ഇന്ന് കഴിഞ്ഞ കാലങ്ങളിൽ എവിടെയെങ്കിലും കരുണ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് ശുഭമാണ്. നമ്മുടെ ജീവിതമേ നിത്യത വരെ എത്തുമ്പോൾ മാത്രമേ ശുഭമെന്ന് പറയാൻ പറ്റത്തുള്ളൂ. എല്ലാം നല്ലതായിരിക്കണം ദൈവം കണ്ടു എന്ന് പറയണമെങ്കിലേ, എൻ്റെ പിതാവിനാൽ അനുഗ്രഹത്തിന് വരുവിൻ, ലോകസ്ഥാപനം ഒരുക്കിയിരിക്കുന്ന രാജ്യം കൈവശമായിക്കൊള്ളൂ എന്ന് പറയുമ്പോൾ മാത്രമേ ശുഭമാകത്തുള്ളൂ. അപ്പോൾ ക്രിസ്ത്യാനിയുടെ ജീവിതം അങ്ങനെയാണ്. കാര്യം എന്താണ്? ക്രിസ്തു നിത്യതയ്ക്ക് വേണ്ടി കൂടിയാണ്. ഈ ജീവിതത്തിന് വേണ്ടി മാത്രമാണെങ്കിൽ നമുക്ക് ക്രിസ്തുവിൻ്റെ ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ. അതുകൊണ്ട് പൗരസഭ ചോദിക്കണത് എന്താണെന്ന് പറയാം, 1 കൊരിന്ത്യർ 15:19 ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിട്ടുള്ളവരാണെങ്കിൽ നമ്മൾ എല്ലാ മനുഷ്യരെയും നിർഭാഗ്യരാണ്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലായില്ലേ? ക്രിസ്തുവിൽ നമ്മൾ പ്രത്യാശ വെക്കണത് ഈ ജീവിതത്തിന് പ്രാധാന്യമില്ലെന്നൊന്നും അല്ല ഞാൻ പറഞ്ഞത്. ഈ ജീവിതത്തിന് അതിൻ്റെതായുള്ള പ്രാധാന്യമുണ്ട്. പക്ഷേ ക്രിസ്തുവിൽ നമ്മൾ പ്രത്യാശ വെക്കണത് ഈ ജീവിതത്തിന് വേണ്ടി മാത്രമല്ല, പിന്നെ എന്താണ്? നിത്യജീവിതത്തിന് വേണ്ടിയാണ്. ഈ നിത്യജീവിതം, ഇപ്പം ഞാൻ മാതാവിനെ പ്രത്യക്ഷീകരണം നേരെ കണ്ട ആളാണ്. അപ്പോൾ നിത്യജീവിതം എന്താണെന്ന് അതിനെക്കുറിച്ച്, നിത്യജീവിതത്തിന് ശേഷം മനുഷ്യൻ എങ്ങനെ ഇരിക്കുന്നതിനെക്കുറിച്ചൊക്കെ എനിക്കും ഒരു ധാരണയുണ്ട് ആ വിഷയത്തിൽ. അപ്പോൾ അതുപോലെ തന്നെ ഈ ക്രിസ്തുവിൻ്റെ കൂടെ നമ്മൾ നിത്യതയിൽ സ്വർഗീയ ശരീരങ്ങൾ പ്രാപിച്ച് കർത്താവിൻ്റെ നിത്യസന്തോഷത്തെ പ്രവേശിക്കുക മാത്രമേ ശുഭമാകത്തുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോഴാണ് ദൈവം പറയണത് എല്ലാം നല്ലതെന്ന് കണ്ടെന്ന് പറയണത്. കാര്യം അപ്പോഴാണ് അതുകൊണ്ടാണ് ഈ ജീവിതത്തിൽ സുവിശേഷപരമായിട്ട് ശുഭമാകാത്ത കാര്യങ്ങളെല്ലാം നമ്മൾ ആക്കാൻ വേണ്ടി ശ്രമിക്കണം. അത് മറ്റുള്ളവരുടെ ജീവിതമായാലും നമ്മളുടെ ജീവിതമായാലും എപ്പോഴും അതായത് ഒന്നും കടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നോക്കണം. ദൈവദൃശ്യനിധിയിൽ നമ്മൾ പിരിയുമ്പോൾ കടമുണ്ടാകരുത്. പിരിയുമ്പോൾ അത് നേരത്തെ കുട്ടി അതിനുള്ളൊരു ബോധപൂർവ്വ ശ്രമം ഉണ്ടാകണം. അപ്പോൾ സ്വർഗത്തെക്കുറിച്ചൊക്കെ ഉള്ള നിശ്ചയമുള്ളവരാണ് അതുപോലെ ബോധപൂർവ്വ ശ്രമം നടത്തേണ്ടത്. അപ്പോൾ നോൻപ് കാലം ആകുമ്പോഴെങ്കിലും നിങ്ങൾക്ക് അതിനെക്കുറിച്ച് വ്യക്തത ഉണ്ടാകണമെന്നും ദൈവദൃശ്യത്തിന് കടവില്ലാത്ത രീതിയിൽ ഓരോ ദിവസവും പിരിയാൻ വേണ്ടി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചാൽ വിശുദ്ധ താനേ ജീവിതത്തിൽ ഉണ്ടായിക്കൊള്ളണം.